ആദ്യമായി ഈ രാംകുമാർജിയുടെ ജനനം എവിടായിരുന്നു? ഈ ഇതുവരെയുള്ള ജീവിതയാത്രയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പം ജനനം മുതൽ രാംകുമാർജി ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ നല്ലതായിരുന്നു. എൻ്റെ ജനനം തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഇരുമ്പനം, എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഇരുമ്പനം എന്ന ദേശത്താണ്. അച്ഛൻ പരമേശ്വര മേനോൻ, അമ്മ രുക്മിണി അമ്മ. അവരുടെ മൂന്നാമത്തെ മകനായിട്ടാണ് എൻ്റെ ജനനം. 1968 അതാണ് എൻ്റെ ജനനം. അപ്പോൾ എന്നിട്ട് പഠനവും എല്ലാം എറണാകുളം ജില്ലയിൽ തന്നെ? അവിടെ തന്നെ ഇരുമ്പനം LP സ്കൂളിലായിരുന്നു 4ാം ക്ലാസ് വരെ. അതിനുശേഷം 7ാം ക്ലാസ് വരെ തൃപ്പൂണിത്തുറ സാൻസ്ക്രിറ്റ് സ്കൂളിലായിരുന്നു. പിന്നെ 8, 9, 10 ഇരുമ്പനം ഹൈസ്കൂൾ. അതിനുശേഷം സംസ്കൃത കോളേജ് പ്രീ ഡിഗ്രി. അതിനുശേഷം പിന്നെ കുറച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡ്, ലോറി ഉണ്ടായിരുന്നു വീട്ടിൽ, അതിനകത്തുള്ള യാത്ര. പിന്നെ അത് കണ്ട് ഈ സമയമെല്ലാം താങ്കൾക്ക് പൂർണ്ണമായിട്ടും കാഴ്ചയുള്ള സമയമായിരുന്നു. അന്നായിരുന്നു ഒരു അങ്ങനെ ഒരു യാതൊരുവിധ സിംറ്റം പോലും ഉണ്ടായിരുന്നില്ല, പൂർണ്ണമായ കാഴ്ച. അത് കഴിഞ്ഞിട്ട് ITI ഫിറ്ററിന് പോയിരുന്നു എറണാകുളം സ്കിൽ ടെക്കിൽ. അത് കഴിഞ്ഞ് വന്നിട്ടും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും കാഴ്ചയുടെ പ്രശ്നം നമുക്ക് വന്നിട്ടില്ല ഇതുവരെ. അതുപോലെ അക്യുറേറ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോഴൊന്നും ബുദ്ധിമുട്ട് അനുഭവത്തില്ല. ലോറി ഓടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴൊന്നും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെ വർക്ക് തുടങ്ങി. അപ്പം ഞാൻ ഇത് ഏകദേശം 24 വയസ്സ് വരെയും പൂർണ്ണമായ കാഴ്ച ഉണ്ടായിരുന്നു. 24 വയസ്സ് വരെ. അപ്പോഴും നമുക്ക് ഞാനൊക്കെ എല്ലാ പേപ്പറുകളും എല്ലാ ബുക്കുകളും മാസികകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളതാണ്, അന്ന് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. വീട്ടുകാരോ കാരണന്മാരൊക്കെ പറയും ഭക്ഷണത്തിനോടുള്ള ഒരു ഭവ്യത കാണിക്കും, കാരണം അത് വായിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അത്ര പോലും വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അത്രയും ചെറിയ അന്നത്തെ മനോരമ, മാതൃഭൂമി പോലത്തെ വീക്കിലികളും ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യണം ഭക്ഷണം കഴിക്കണൊക്കെ. അപ്പം അത്രയും വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ വർഷങ്ങളിലൊന്നും ഒരു സംശയമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കണ്ണിങ്ങനെ ചുമന്ന് വരും. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ബാൻഡ് സെറ്റിലുണ്ടായിരുന്നു. ബാൻഡ് ട്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും പല അക്ഷരങ്ങളൊക്കെ നമ്മൾ വായിച്ച് തന്നെയാണ് നോക്കുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണ് ഇങ്ങനെ ചുമന്ന് വരും. അന്നേരം ഇരുമ്പനം BPCL വിശാൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. വിശാൽ ഇൻഫ്രാസ്ട്രക്ചർ അതെ, വിശാലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ചെയ്യുമ്പോഴും ഗ്രൈൻഡറുടെ ഹെൽപ്പറായിട്ടും വെൽഡിങ് ഹെൽപ്പറായിട്ടും ഫാബ്രിക്കേഷൻ്റെ ഹെൽപ്പറായിട്ടൊക്കെ പോകും. അപ്പോൾ അവർ മാർക്കിങ്ങും എല്ലാം നമ്മൾ കണ്ടുകൊണ്ട് തന്നെ ചെയ്യണതാണ്. യാതൊരുവിധമായ ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഏത് സമയത്താണ് ഇത് എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ കണ്ണിങ്ങനെ ചുമന്ന് വരും, 2 കണ്ണും ചുമന്ന് കളറായിട്ട് വരും. അപ്പൊ നോർമലി എല്ലാവരും പറയും വെൽഡിങ് ലൈറ്റ് അടിച്ചതിന്റെ വരുമ്പോഴത്തേക്ക് പുകയൊക്കെ അടിക്കുമ്പോൾ ആ ഇറിറ്റേഷൻ ഉണ്ട്, മണൽ വാരിയിട്ട പോലെ വേദനയും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നാടൻ ശൈലിയിൽ മുഖം കഴുകുകയോ മറ്റേ ഇളനീർക്കുഴം അത് എഴുതും, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കണ്ണിൽ വയ്ക്കും, പഴയ ശൈലിയിലുള്ള അതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഒപ്പം തന്നെ പറയാനുള്ള കണ്ണിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അതിലാണ് വേണ്ടത്. കാരണം കണ്ണൊരു കാര്യത്തിൽ വേറെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ണിൻ്റെ ഒരു കാര്യം ചുമന്നു വരികയോ ഇതുപോലെ മണൽ വാരിയിട്ട വേദനയോ ചെറിയ വേദന വന്നാൽ നമ്മൾ അപ്പം തന്നെ ഏറ്റവും പെട്ടെന്ന് അടുത്ത ഡോക്ടറെ കാണണം എന്നുള്ളതാണ് പറയാൻ. അതപ്പോൾ ഇത് പെട്ടെന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏത് തരം രോഗമായിട്ടാണ്? അല്ല, അത് ഞാൻ പറയാം. അതായത് അങ്ങനെ ചുമന്ന് വരുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വർക്കിനും പോകും, ബാൻഡ് സെറ്റിലും ഉണ്ടാവും. അപ്പോൾ അന്ന് അരുവക്കുറ്റിയിലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി. അന്ന് തന്നെ ബാൻഡ് സെറ്റിൽ പോകുമ്പോൾ താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വേണം, കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തലമുടി ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അന്നും കണ്ണാടി നോക്കി ഷേവ് ചെയ്ത് പോയതാണ്. അവിടെ ചെന്നൊരു വഞ്ചിയിൽ കടത്തിലാണ്, ടെമ്പോ ട്രാവലറിൽ ഒക്കെ ഞങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അത് വൈകിട്ട് 4:30-5 മണി ആ റേഞ്ചിലാണ്. അപ്പോൾ അസ്തമന സൂര്യനെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോയതാണ്. അപ്പോൾ വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷനും ലൈറ്റില്ല ഇതിൻ്റെ ഈ റിഫ്ലക്ഷൻ അതൊക്കെയാണ് എൻ്റെ ലാസ്റ്റ് മനസ്സിലുള്ള ഏറ്റവും ഒരു ഭംഗിയായിട്ടുള്ള കാഴ്ച. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇരുട്ടാവുന്നത്. ഉള്ളിൽ തന്നെ പെട്ടെന്ന് ഇരുട്ടാവുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് പോലും നമുക്ക് അറിയാം. എൻ്റെ ധാരണ കറണ്ട് പോയി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ കറണ്ട് പോയെന്ന് അടുത്തുള്ള ആളോട് ചോദിക്കുമ്പോഴാണ് പറയണത്, അതിന് സമയമൊന്നും ആയിട്ടില്ല, ലൈറ്റ് പോലും ഇട്ടിട്ടില്ല, നിനക്ക് എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് ഈ കാഴ്ച പോയി എന്നുള്ളത് അറിയണം. അവിടെ നിന്ന് വന്നിട്ട് നേരെ അങ്കമാലി LF ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നേരെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 110 ദിവസം
അവിടെ കിടന്നിട്ട് അല്ല എല്ലാവർക്കും ഇത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് അവർ പറഞ്ഞു ഓൺലി പ്രേ ടു ഗോഡ്, ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ എന്താണ് കാരണം എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റണില്ല. അവർക്ക് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അതിൻ്റെ ഭാഗം പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടുന്ന് നിരാശനായിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും മാനസികമായിട്ട് രണ്ടുപേര് രണ്ട് സൈഡിലും പഠിക്കാണ്ട് എനിക്കൊരു അടി, ഒരു കാല് മുന്നോട്ട്. കാഴ്ച ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്കാവുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ. ആ മാനസിക വിഷമത്തിലാണ് ഞാൻ 1, 2, 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ്. അതെയോ? പിന്നെ അതായത് മാർഗമില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു കണ്ണടച്ച് 2 കണ്ണും അടച്ച് നിങ്ങളൊരു 10 മിനിറ്റ് ഇരുന്നാൽ അതിൻ്റെ ആ മാനസികാവസ്ഥ അറിയാം. നിങ്ങളറിയാണ്ട് കണ്ണ് തുറന്നു പോകും. അല്ലെങ്കിൽ മൂടിക്കെട്ടി വെക്കണം. മൂടിക്കെട്ടി കണ്ണ് ഒരു തുണിയെടുത്ത് കെട്ടി വെച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അത് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. മാനസികമായിട്ട് വല്ലാണ്ട് തളർന്നു പോകും നമ്മൾ. കാരണം എന്തിനും ഏതിനും അതായത് 110 ദിവസം പൂർണ്ണമായി കാഴ്ച ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കാഴ്ച ഇല്ലാതെ വരികയും 110 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് എന്താണ് കാരണമെന്ന് അറിയാതെയും വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആ ഒരു മാനസിക അല്ല, ആരെയും കാണാൻ പറ്റുന്നില്ല, ഒന്നും പറ്റില്ല. ഭക്ഷണം മുമ്പേ കിട്ടിയ ആ ഒരു ഇത് എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് പോലും നമുക്ക് പറ്റണില്ല. വെള്ളം ഗ്ലാസ് തപ്പണം, ഇതൊന്നും നമുക്ക് പറ്റണില്ല. അത് ബൈ ബർത്തുള്ള ഒരാൾക്കാണെങ്കിൽ അത് ജന്മനാ അത് സിദ്ധിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ആവും. കൊച്ചിൽ തുടങ്ങിയുള്ള ആ ഒരു ശൈലിയിൽ അവർ പോകും. നമുക്കത് ഇല്ലല്ലോ. ഇങ്ങനെ ഓടി നടന്നേക്കണ ഞാൻ പെട്ടെന്ന് ഇരിപ്പായപ്പോൾ ഉള്ള മാനസികാവസ്ഥ അത് പല രീതിയിലും വന്നു. അതിന് പറഞ്ഞ 3 തവണ ആത്മഹത്യാ ശ്രമം ചെയ്തു. അത് ശരി, അത് എത്ര ഇപ്പൊ നമുക്ക് ചിരിക്കാമെങ്കിലും അല്ല, അത് അന്നേരത്തെ അവസ്ഥ അതാണ്. നമുക്ക് ഒന്നും, അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ അവരുടെ ഒന്നും മുഖത്തേക്ക് നമുക്ക് അവരുടെ സങ്കടം എന്താണെന്ന് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവര് നമ്മളെ കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, അവരുടെ മാനസിക വിഷമം എന്താണ്, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റണില്ല. മറ്റേത് മുഖത്ത് അവരുടെ മുഖഭാവം കൊണ്ട് അറിയാൻ പറ്റും. നമുക്കിത് അവർ നമ്മുടെ മുമ്പിൽ വെച്ച് കണ്ണടച്ച് കാണിച്ചാലും മിണ്ടാണ്ടിരുന്നാലും കണ്ണ് തുടച്ചാലും കണ്ണീര് വന്നിട്ട് കണ്ണ് തുടച്ചാലും നമുക്കറിയില്ല. ഒച്ചയിൽ നിന്ന് അത് നമുക്ക് പ്രാക്ടീസ് ആയിട്ടില്ല, ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒച്ചകളുടെ വ്യത്യാസമൊക്കെ അത് പഠിച്ചു തന്നെ ഉള്ളൂ. ശരിക്കും ആ യോദ്ധ സിനിമയിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ അത് കൃത്യമായിട്ട് മോഹൻലാലിന്റെ ഭാഗം കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശൈലിയിലേക്ക് ഒക്കെ എത്തണമെങ്കിൽ ഒരു വിൽ പവർ വേണം. അതെനിക്കില്ല. ആ ഒരു മാനസികാവസ്ഥയാണ്. അപ്പൊ നിൽക്കുമ്പോൾ ഇതറിഞ്ഞിട്ട് കൊച്ചിൻ റിഫൈനറിലൊരു കോശി വർഗീസ് സാർ, അതെ, റിഫൈനറിയുമായിട്ട് ബന്ധമുള്ള ഇതിലായിരുന്നല്ലോ ജോലി. അല്ലല്ല, അത് അന്നേരം അതൊന്നും അറിയില്ല. അന്നേരം BPCL ഇരുമ്പനത്താണ്. അന്ന് കൊച്ചിൻ റിഫൈനറി CRL എന്നാണ്, കൊച്ചിൻ റിഫൈനറി ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്വന്തമായിട്ടായിരുന്നു. BPCL ആയിട്ട് ബന്ധമില്ല. BPCL ഇരുമ്പനത്തെ ടാങ്കിന്റെ വർക്കിനാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഡയറക്ടറുടെ വൈഫ്, കോശി വർഗീസ് എന്ന് പറഞ്ഞ സാറിന്റെ വൈഫ്, മോളി കോശി എന്ന് പറയും. ഞങ്ങള് മോളി ആന്റി എന്ന് പറയും. അപ്പൊ ആന്റി ഒരു ദിവസം എങ്ങനെയോ അറിഞ്ഞു, മോളി കോശി, എലിസബത്ത് കോശി എന്നും പറയും, മോളി കോശി, ഞങ്ങള് മോളി ആന്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അറിഞ്ഞിട്ട് വീട്ടിൽ വന്നു അച്ഛനോടും അമ്മോടൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം, വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വരാം എന്ന് പറഞ്ഞ് എന്നെ അവർ പിടിച്ച് കാറിൽ കൊണ്ടുപോയി. എറണാകുളത്ത് ഫോർട്ട് കൊച്ചി തുടങ്ങി ചാലക്കുടി വരെ പല വീടുകളിലും പോയിട്ട് അവർക്കൊക്കെ ഒരേ ഭക്ഷണം, മരുന്ന്, വസ്ത്രം, സാമ്പത്തികം ഇതെല്ലാം ഇങ്ങനെ കൊടുത്ത് അവരോടൊക്കെ വർത്താനം പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് ആൻറ്റി ഇതെല്ലാം ചെയ്ത് പോവാം. ചാലക്കുടി വരെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ട് അങ്കമാലിയിൽ ഒരു ഹോട്ടലിൽ കയറ്റി. അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചിരുന്നു, ബിരിയാണി വാങ്ങിച്ച് കഴിക്കാൻ നിന്നു. എന്നിട്ട് ആൻറ്റി എന്നെ അടുത്ത് കൈ പിടിച്ച് ഇങ്ങനെ ഓരോന്ന് കാണിച്ചിരുന്നു. മോനെ ഇത് ചള്ളാസാണ്, ഇത് അച്ചാറാണ്, പപ്പടം ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ കാണിച്ച് തന്ന് കഴിപ്പിച്ചു. ഓരോ ഉരുള കഴിക്കുമ്പോഴും കഴിക്കാൻ പറ്റണല്ലേ, സ്വാദില്ലേ, നല്ല സ്വാദില്ലേ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. കഴിച്ചൊക്കെ കഴിഞ്ഞു, സന്തോഷമായി. പോയി കയ്യടിച്ചൊക്കെ വന്നിട്ട് എടുത്തിട്ട് പറയാണ്, നമ്മൾ ആദ്യം പോയ വീട്ടിൽ ആൻ്റണി എന്ന് പറഞ്ഞ ചേട്ടന് തൊണ്ടയിൽ ക്യാൻസറാണ്. ആ ചേട്ടന് നമ്മൾ എന്ത് ഭക്ഷണം കൊടുത്താലും മിക്സിയിൽ അടിച്ച് ട്യൂബിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്താൽ കൊടുക്കണം, വായിക്കൂടെ കഴിക്കാൻ പറ്റുന്നില്ല. ആ ചേട്ടൻ ജീവിക്കണില്ലേ. അടുത്ത വീട്ടിൽ ചെന്ന് അവിടുത്തെ വീട്ടിലെ ആ ചേട്ടൻ ഇന്ന പോലെയാണ്, 2 കൈയും മുറിഞ്ഞു, അങ്ങനെ ഇരിക്കുകയാണ്, വേറൊരാൾ വാരിക്കൊടുക്കും. ഇങ്ങനെ എനിക്ക് എൻ്റെ മുമ്പിൽ പഠിക്കാനായിട്ടുള്ള പോലെ ഒരു 10-16 വീടുകളാണ് കാണിച്ചത്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് ചാലക്കുടി വരെ പോയി, അത് കഴിഞ്ഞിട്ട് അങ്കമാലിയിൽ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പറയുന്ന എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, മോനെ അത് വല്ല പ്രശ്നമുണ്ടോ? മോന് മുമ്പിൽ ഭക്ഷണം കിട്ടിയാൽ കഴിക്കണതിന് എന്താ പ്രശ്നം? മോളിന് കൈയിനോ കാലിനോ ഒന്നും ഒരു കുഴപ്പമില്ല. മോന് പണിയെടുത്താൽ എന്താ കുഴപ്പം?
മോൻ വർക്ക് ചെയ്യണം, ജോലി ചെയ്യണം, മോൻ ഭക്ഷണം മുമ്പിൽ വന്നാൽ വാരി കഴിക്കാനുള്ള ധൈര്യമുണ്ട്, പിന്നെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴും പ്രശ്നങ്ങളാണ്, മാനസികമായിട്ടങ്ങ് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, എങ്കിലും ഒരു ധൈര്യം. അപ്പോൾ ഒരു സുരേഷ് എന്ന് പറഞ്ഞ കടലാസ് സുരേഷ് ഒരു ചേട്ടനുണ്ട് ഇരുമനത്തല്ല, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച്, എൻ്റെ സീനിയറാണ്, ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്ത് ഒരുമിച്ച്. ആ ചേട്ടൻ്റെ അമ്മ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചാണ്. അപ്പോൾ ആ ചേട്ടൻ തൃപ്പൂണിത്തുറ കടലാസ് എന്ന് പറഞ്ഞ കടയുണ്ട്. അദ്ദേഹം രാവിലെ വരുമ്പോൾ വീട്ടിൽ വന്ന് എന്നെ കയറ്റി നേരെ ആ കടയിൽ കൊണ്ടിരുത്തും. രാവിലെ തുടങ്ങി, അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും, വർത്തമാനം പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തും ആ സുരേഷ് ചേട്ടൻ. അപ്പോൾ ആൾക്കാർ കളിയാക്കി പറയും, ഈ വിക്രമാദിത്യൻ മരത്തിൽ കയറി എന്ന് പറഞ്ഞ പോലെ സുരേഷ് ചേട്ടൻ ഒരാളോട് മരത്തിൽ വന്ന് ഉണ്ണിയേം തോളിലിട്ട് കടലാസ് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി എന്നൊക്കെ തമാശക്ക് പറയും. പക്ഷെ അതൊക്കെ വളരെ തമാശയായിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഒരു മാനസിക ഈ നമ്മുടെ മോളി ആന്റി ഒരു മാലാഖയെ പോലെ വന്ന് ഫസ്റ്റ് ഒരു ഡോസ് അടിയിലേക്ക് ഒരു മരുന്നിട്ട് തന്നു. ആ ധൈര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇതും ഇങ്ങനെ ഇടയ്ക്ക് അപ്പോഴത്തേക്കും ഇരുമനത്ത് തന്നെ വേറെ ചേച്ചിയുണ്ട്, വത്സല എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ഒരു ഭാര്യത്ത് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നു, ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വൈഫ്. അവരെന്നെ കാണാൻ വീട്ടിൽ വന്നു. അത് കണ്ട് നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നീ പുറത്തേക്ക് ഇറങ്ങണം, നീ എൻ്റെ കൂടെ പാടാമെന്ന് വന്നു. അവരുടെ വീട്ടിലേക്ക് ഈ ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ അവിടെ കൊണ്ടിരുത്തും, ആ വീട്ടിലും കൊണ്ടിരുത്തും. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ അവർ 2 കുട്ടികളെ ഇത്തിരി സംസ്കൃതം പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവർ ആ സമയത്ത് കയ്യിൽ ഇങ്ങനെ എഴുതി കാണിച്ചു തരും ഒരക്ഷരം. അപ്പോൾ അത് കൂട്ടി കൂട്ടി വായിച്ച് സംസ്കൃതം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ സംസ്കൃതം പഠിച്ച് 10 വരെയും സംസ്കൃതം പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പഠിച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പകൽ വേറെ പണിയില്ല. അപ്പോൾ അവർ പറമ്പിലേക്ക് ഇറങ്ങും എന്തെങ്കിലും പണിയെടുക്കാൻ. അപ്പോൾ എന്നോടും പറയും, നീ പാടാന്ന് പറഞ്ഞാൽ തൂമ്പെടുത്ത് കൈത്തരും, നേരെ ഫ്രണ്ടിലേക്ക് ഇളക്കി കൊത്തിക്കൊള്ളാൻ പറയും, കിളച്ചോളാൻ പറയും. അങ്ങനെ അവിടെ രസമല്ലേ, അവിടെ നിന്ന് കിടക്കും. കുറേ നേരം കഴിഞ്ഞ് വന്നിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും കപ്പയോ എന്തെങ്കിലും കഴിച്ച്, ഇത് കപ്പ ഇടാനായിരിക്കും, ഇത് വാരം കൂട്ടി അവർ കപ്പ നടും. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തണൽ വന്നപ്പോൾ അവിടുത്തെ ഒരു മാവ് ഇടാ, നമുക്കത് വെട്ടിയാലോ. ആ ചേച്ചിയും ചേട്ടനും നല്ല ധൈര്യം തന്നു. ആ മരത്തുമ്മലെ ഒരു ഗോണി കയറി തന്നു, ഒരു കയറും കൈ തന്നു, കയറിക്കൊള്ളാൻ പറഞ്ഞു. കയറി, കാരണം ആ കാഴ്ചയുള്ളപ്പോൾ ഇത് മുഴുവൻ കയറി മോളിൽ കയറിയപ്പോൾ ഇടത്ത് സൈഡിൽ കൊമ്പ്, വലത്ത് സൈഡിൽ കൊമ്പ് എന്നൊക്കെ പറയും. അങ്ങനെ അവിടെ കയറിയിരുന്ന് അവിടെ ഇരിക്കാൻ പറയും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ കയറവിടെ കെട്ടിയിട്ടതാണ്, കെട്ടിയിട്ടു. ഇപ്പോഴത്തെ കയറിൻ്റെ തുമ്പത്തെ ഒരു വാക്കത്തി അതിന് മുമ്പ് കയറ് ഇപ്പുറത്തെ സൈഡിൽ കൊമ്പി കെട്ടിയിട്ട് അതിൻ്റെ മുകളിലെ കൊമ്പിൽ കൂടെ താഴേക്ക് വലിച്ച്, എന്നിട്ട് അതിലൊരു വാക്കത്തി വെച്ച് തന്നു. അത് മുകളിലേക്ക് വലിച്ച് കയറ്റി കയറ് വാക്കത്തി ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ കയറ് വലിച്ച് അവിടെ കെട്ടി എന്നോട് അതിൻ്റെ ഇപ്പുറത്ത് വെട്ടാൻ പറഞ്ഞു. അങ്ങനെ ആ മരം മുഴുവൻ മുകളിൽ നിന്ന് താഴേക്ക് കൊമ്പ് ഇറക്കി കമ്പിളിയുടെ മരം വരെയും വെട്ടി മറക്കി എല്ലാം എന്നെ കൊണ്ട് ചെയ്യും. അവരും കൂടും. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എനർജി, നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്, എന്തിനും നടക്കാം. നിസ്സാരം ഒരു ദിവസം അവിടുത്തെ കിണർ തേവാനായിട്ട് നോക്കിയപ്പോൾ ആ ചേട്ടന് അമ്പലത്തിലെ ശമ്പളം ഉള്ളൂ, വലിയ കാശ് അന്നത്തെ കാലത്തില്ല. അപ്പോൾ കിണർ ഇറങ്ങാൻ 4000 രൂപ ആ കിണർ നന്നാക്കാൻ, ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനൊരു പണി, ഇന്ന സ്ഥലത്ത് പോയാൽ വാടകയ്ക്ക് മോട്ടർ കിട്ടും, ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആ പുള്ളി പോയിട്ട് വാടകയ്ക്ക് മോട്ടർ എടുത്തുകൊണ്ട് വന്നു. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഫുട്ബോളൊക്കെ ഇട്ട് കൊടുത്ത് അവർ മോട്ടർ അടിച്ചു. വെള്ളം പറ്റുന്നതനുസരിച്ച് എൻ്റെ മുകളിൽ നിന്നൊരു കയറിട്ടിട്ട് ഞാൻ ആ കയറിൽ കൂടി തൂങ്ങി ചവിട്ടി കിണറ്റിലിറങ്ങി. അപ്പോൾ ഏതാണ്ട് മുട്ടിന് മുകളിൽ ചെളിയാണ്. ബക്കറ്റ് ഇറക്കി തരാൻ പറഞ്ഞ് ആ ചെളി മുഴുവൻ മുകളിൽ കോരി അവർ വലിച്ചു കളഞ്ഞു.